ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ. ഈസി മാത്സിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. സാധാരണയായിട്ട് നമുക്ക് എക്സാമിന് വരുന്നൊരു ചോദ്യമാണ്, ഒന്നിൽ തുടങ്ങി ഒന്നിൽ അവസാനിക്കുന്ന നടുക്ക് 0 വരുന്ന നമ്പറുകളുടെ സ്ക്വയർ കാണുവാനായി. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ 101ൻ്റെ സ്ക്വയർ കാണുക, അല്ലെങ്കിൽ 1001ൻ്റെ സ്ക്വയർ കാണുക, ഇനി അതുമല്ലെങ്കിൽ 10001, ഇതുപോലെയുള്ള നമ്പറുകളുടെ സ്ക്വയർ കാണുവാനായി സാധാരണയായിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ കാണാൻ വളരെ എളുപ്പമാണ്. നമ്മൾ യാതൊരു തരത്തിലുള്ള കാൽക്കുലേഷനിലേക്കും പോകേണ്ട കാര്യമില്ല. ഉദാഹരണത്തിന് നമ്മൾ എടുക്കുകയാണ്, 101ൻ്റെ സ്ക്വയറാണ് നമ്മളോട് കാണുവാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമ്മൾ ഈ 101നെ 2 പ്രാവശ്യം അങ്ങ് എഴുതുക. 101 101. അതിൽ ഒന്നാമത് നമ്മൾ എഴുതിയ നമ്പറിൻ്റെ അവസാനത്തെ ഡിജിറ്റിനെയും രണ്ടാമത് നമ്മൾ എഴുതിയ നമ്പറിൻ്റെ ആദ്യത്തെ ഡിജിറ്റിനെയും തമ്മിൽ അങ്ങ് കൂട്ടുക. അതായത് ഈ ഒന്നും കൂടി കൂട്ടുക. അപ്പോൾ എത്രയായി? 2ആയി. ബാക്കിയുള്ള നമ്പറുകളെല്ലാം അതുപോലെ തന്നെ താഴത്തേക്ക് എടുത്ത് എഴുതുക. അതായത് 1001. ഇതാണ് 101ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ 1001ൻ്റെ സ്ക്വയർ കാണാനാണ് നമ്മളോട് പറയുന്നതെങ്കിൽ 1001. ഇതിനെയും ഈ നമ്പറിനെ 2 പ്രാവശ്യം അങ്ങ് അടുപ്പിച്ച് എഴുതുക. 1001, അതുപോലെ തന്നെ 1001. അതിൽ ഒന്നാമത്തെ നമ്പറിൻ്റെ അവസാനത്തെ ഡിജിറ്റും രണ്ടാമത്തെ നമ്പറിൻ്റെ ആദ്യത്തെ ഡിജിറ്റും തമ്മിൽ കൂട്ടുക. ഒന്നും കൂട്ടിയാൽ എത്ര? 2. ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം അതുപോലെ തന്നെ എടുത്തെഴുതുക. 100001. ഇതാണ് 1001ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ 10001ൻ്റെ സ്ക്വയർ കാണാൻ പറയുകയാണെങ്കിൽ സെയിം ട്രിക്ക് തന്നെ. 10001ൻ്റെ സ്ക്വയറാണ് നമ്മളോട് പറയുന്നതെങ്കിൽ 10001നെ 2 പ്രാവശ്യം അങ്ങ് എടുത്ത് എഴുതുക. ആദ്യത്തെ നമ്പറിൻ്റെ അവസാനത്തെ ഡിജിറ്റും രണ്ടാമത്തെ നമ്പറിൻ്റെ ആദ്യത്തെ ഡിജിറ്റും തമ്മിൽ അങ്ങ് കൂട്ടുക. 2. ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം അതുപോലെ തന്നെ എടുത്തെഴുതുക. ഓക്കെ, ഇതായിരിക്കും 10001ൻ്റെ സ്ക്വയർ വരിക. ഒരു 0 ഇവിടെ വിട്ടുപോയി. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് 1001ൻ്റെ സ്ക്വയർ കാണുക, 10001ൻ്റെ സ്ക്വയർ കാണുക, 101ൻ്റെ സ്ക്വയർ കാണുക എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള കാൽക്കുലേഷനിലേക്കും പോകേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണമെന്നും, അതുപോലെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അതെൻ്റെ അടുത്ത് പറയണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക്